യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്നെ കാണുമ്പോഴൊക്കെ സ്വന്തം മകളെ കാണുന്നത് പോലൊരു വാത്സല്യം എന്റെ മനസ്സിൽ ഉണരുമായിരുന്നു. അതുകൊണ്ടായിരിക്കാം എന്നെ അച്ഛാന്ന് വിളിച്ചപ്പോ എനിക്ക് സന്തോഷം തോന്നിയതും. പക്ഷേ അത് ഞാൻ തന്നെ എന്റെ നാവുകൊണ്ട് നിന്നെ അച്ഛനില്ലാത്തവളെന്നും വിളിച്ചു. കലി ബാധിച്ചതുപോലെയായിരുന്നു ഞാൻ. പ്രിയ എന്ന കലി. സാരല്ലച്ച, ഞാനും അതെല്ലാം ഒരു പരീക്ഷണമായിട്ടേ കാണുന്നുള്ളൂ. ആശ്രമത്തിൽ വെച്ച് വിശ്വനാഥൻ അച്ഛൻ പല കഥകളും പറഞ്ഞു തരും. പുരാണത്തിലെയും ബൈബിളിലെയും ഖുറാനിലെ ഒക്കെ കഥകള്. ഒരിക്കൽ അച്ഛൻ ഞങ്ങൾക്ക് ബൈബിളിലെ ഇയ്യോബിന്റെ കഥ പറഞ്ഞു തന്നു. നല്ലവനും ദൈവഭയമുള്ളവനായി ജീവിച്ചിട്ടും ഇയ്യോബിന് എന്തുകൊണ്ട് ദുരിതവും രോഗങ്ങളും കഷ്ടപ്പാടും മാത്രം ഉണ്ടായതെന്ന് അറിയുമെന്ന് കഥയുടെ അവസാനം ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾക്കും ഉത്തരം കിട്ടിയില്ല. അപ്പ അച്ഛൻ പറഞ്ഞു, ഏറ്റവും മികച്ചത് കിട്ടുന്നതിന് മുമ്പ് അതിനർഹരാണോ നമ്മളെന്നറിയാൻ ദൈവം പല പരീക്ഷണങ്ങളും നടത്തുന്നു. എന്റെ ജീവിതത്തെ ഞാൻ അങ്ങനെയാ കാണുന്നത്. തെരുവിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട ഒരു അനാഥ പെണ്ണിന് അച്ഛനെയും അമ്മയും ബന്ധുക്കളെയും അവളെ പോലെ സ്വപ്നം കാണാത്ത ഒരു ജീവിതം കൊടുക്കുന്നതിന് മുമ്പ് അതിനുള്ള അർഹത എനിക്കുണ്ടോന്ന് ദൈവം നടത്തിയ പരീക്ഷണങ്ങളാ അത് മുഴുവൻ. അല്ല മോളെ, തെറ്റുപറ്റിയത് ഞങ്ങളെപ്പോലുള്ള ചില മനുഷ്യർക്കാ. അതിന്റെ കുറ്റം ദൈവത്തിൽ ചാരിയിട്ട് കാര്യമില്ല. ചീനി കെട്ടിയ കുതിര കണക്ക് ഇടമലം നോക്കാതെ പോവുകയായിരുന്നു ഇത്രയും കാലം. മോളെ, മനുഷ്യ സ്വഭാവത്തിനൊരു പ്രത്യേകതയുണ്ട്. സത്യത്തെക്കാൾ മനുഷ്യനെ പെട്ടെന്ന് വശീകരിക്കാൻ കഴിയുന്നത് നുണയ്ക്കാണ്. അവളുടെയും ശങ്കറിന്റെയും നുണകളിൽ വീണുപോവുകയായിരുന്നു ഞാൻ. അതിനുള്ളതാണ് എനിക്ക് കിട്ടിയത്. അവളെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. എല്ലാറ്റിനും മോളെ എനിക്ക് മാപ്പ് തരണം. അത് ചോദിക്കാൻ എനിക്ക് അർഹതയില്ലെങ്കിലും. അച്ഛാ, ഇപ്പൊ അതൊന്നും പറയണ്ട. എനിക്കതൊന്നും ഒരു വിഷമം ഉണ്ടാക്കിയിട്ടില്ല. എന്താ ചെയ്ത്? മാപ്പ്, എല്ലാത്തിനും മാപ്പ്. അച്ഛാ, മോളെ, മോളെ.
ഇത് വാങ്ങു മോളെ. അയ്യോ, എന്താ അച്ഛമ്മ ഇതൊക്കെ? ഇത് പൂജാമുറിയിലെ വിളക്ക. ഇനി മുതല് മോള് വേണം ഇത് കത്തിക്കാനും രാവിലെ വൈകുന്നേരവും പുറത്ത് കത്തിച്ചു വെക്കാനും. വലതുകാല് വെച്ച് കയറുമോളെ. ആ വിളക്ക് പൂജാമുറി കൊണ്ടുവയ്ക്കും മോളെ. ആ വാ. ഈ വീടിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരുമ്പോഴെല്ലാം ഞാൻ നിങ്ങളെയെല്ലാം ഇങ്ങനെ വിളിച്ചു നിർത്തിയാ സംസാരിച്ചിട്ടുള്ളത്. ഇപ്പൊ പറയാൻ പോകുന്നതും അതുപോലുള്ളൊരു സംഗതിയാ. മധു എവിടെ? ഞാൻ ഇവിടെ ഉണ്ടമ്മേ. വാ, ഇവിടെ നിൽക്കും. ഒരേ വീട്ടിലാണെങ്കിലും മനസ്സുകൊണ്ട് രണ്ടിടത്തായിട്ടാ നമ്മൾ കഴിഞ്ഞ കുറെ കാലമായി ഇവിടെ ജീവിച്ചത്. അതിന് കാരണം ഈ വീട്ടിലേക്ക് കയറി വന്ന പൂജയാണെന്ന് ഞാൻ എപ്പോഴും ശപിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് തെറ്റുപറ്റി. ഇത്രയും കാലം നമ്മളെല്ലാം പറ്റിച്ച് ഇവിടെ ജീവിച്ച പ്രിയയല്ല, ഈ നിൽക്കുന്ന പൂജയാണ് നന്ദന്റെ അരുണിമയുടെയും മോളെന്ന് എനിക്ക് മനസ്സിലായി. മോളെ, നിനക്കൊരിക്കലും പൊറുക്കാനോ മറക്കാനോ പറ്റാത്ത തെറ്റാ ഞാൻ നിന്നോട് ചെയ്തതെന്ന് എനിക്കറിയാം. എന്തു പറഞ്ഞാലും ഞാൻ ചെയ്തതിനൊന്നും പ്രായശ്ചിത്തമാവില്ലെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിന്റെ കാലിൽ തൊട്ട് മാപ്പ് ചോദിക്കുക. അച്ചമ്മയ്ക്ക് ഇനി അതല്ലാതെ വേറെ വഴിയില്ല. അയ്യോ അച്ഛമ്മ, അച്ഛമ്മ എന്തേ കാണിക്കുന്നേ?